ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും കുടുംബങ്ങളിൽ സ്ഥലം വിറ്റുപോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. ഒരു നിയോഗമായിട്ട് എല്ലായ്പ്പോഴും പ്രാർത്ഥന, കർത്താവെ ഈ സ്ഥലം ഒന്ന് വിറ്റുപോണേ, പോകുന്നില്ല, എന്താണെന്നറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്നു. ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട്, എന്ന് പറഞ്ഞ ഒരു പെരുവിരലിന്റെ ശക്തി കൊണ്ട് തറ പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് എന്റെ പ്രത്യാശ. അവര് കീർത്തനം പാടി, പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിലാണ് അവരെ സ്തുതിച്ചെന്ന് ഓർക്കണേ. എപ്പോഴാ? ഈ ഇരുട്ടിന്റെ നടുവിൽ, ഈ തടസ്സത്തിന്റെ നടുവിൽ, ദൈവമേ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ ബഹുമാനിക്കുന്നു. നിന്റെ ജീവിതത്തിൽ നീ കടന്നു പോകുന്ന ഈ കഷ്ടത, ദൈവമേ ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ വലിയ ഭാരം തോന്നും. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കണം. ഓരോ വ്യക്തിയുടെയും ജീവിതം മുന്നോട്ടുള്ള വഴികളിൽ ചില ചില തടസ്സങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാവും. ഒരു പ്രത്യേകിച്ച് ഈ വചനം ഒന്ന് പഠിച്ചോളൂ. ചില ചില തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചേ. ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിൽ ചില കാര്യങ്ങൾ എത്ര ശ്രമിച്ചിട്ട് അങ്ങോട്ട് നടക്കുന്നില്ല. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വന്ന ഒരു കുടുംബത്തിന്റെ തടസ്സം മകളുടെ കല്യാണം. മകൾ ഡോക്ടറാണ്, സുന്ദരിയാണ്, പണമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ കല്യാണം നടക്കുന്നില്ല. ഈ കുടുംബത്തിന്റെ വലിയൊരു ഭാരമാണ്. കല്യാണം നടക്കുന്നില്ല, എല്ലാം തികഞ്ഞവരാണ്, പക്ഷെ കാര്യങ്ങളൊന്നും നടക്കപ്പെടുന്നില്ല. മറ്റൊരു വീടിനെ കുറിച്ച് കണ്ടത്, കുടുംബത്തിനെല്ലാം ഉണ്ട്, ഇവർക്കൊരു വീട് പണിയാൻ ആഗ്രഹിച്ച് പണി പൂർത്തിയാകാതെ കിടക്കുന്നു. ചോദിച്ചു വന്നപ്പോഴത്തേക്ക് പണമൊക്കെ ഉണ്ട്, പക്ഷെ എന്താന്ന് അറിഞ്ഞുകൂടാ, അതങ്ങനെ കിടക്കുവാണ്. ശാപം പിടിച്ച പോലെ വഴിയെ കൂടെ പോണവരൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ കുറ്റം പറഞ്ഞു പോകുന്നു. വല്ലാത്തൊരവസ്ഥ. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും കുടുംബങ്ങളിൽ സ്ഥലം വിറ്റുപോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. ഒരു നിയോഗമായിട്ട് എല്ലായ്പ്പോഴും പ്രാർത്ഥന, കർത്താവെ ഈ സ്ഥലം ഒന്ന് വിറ്റുപോണേ, പോകുന്നില്ല, എന്താണെന്നറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്നു. ഈ പറയുന്നതൊക്കെ ഭൗതികമായ ചില കാര്യങ്ങളാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിന്റെ വിശ്വാസ ജീവിതത്തെ അത്രമേൽ ഇതിങ്ങോട്ട് കയറി പിടിച്ചിരിക്കുക. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അതുകൊണ്ടൊരു ഉയർച്ച കിട്ടുന്നില്ല, എപ്പോഴും ഒരു ഭാരം, പുറകോട്ട് വലിക്കുന്ന അവസ്ഥ. ഈ വചനം ഒന്ന് പഠിച്ചേ. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫേസുകാർക്ക് എഴുതിയ ലേഖനം, അതിന്റെ 3-ാം അധ്യായം 20-ാം തിരുവചനം വായിക്കാം. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ഈ വചനം നമുക്ക് നേറ്റുചൊല്ലാം. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ ഉച്ചത്തിൽ പറഞ്ഞോ, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് മഹത്വമുണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. എന്താ പറഞ്ഞേ? നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന ദൈവം. നാം ആഗ്രഹിക്കുന്നതിലും ചോദിക്കുന്നതിലും വളരെയധികം കൂടുതൽ ചെയ്തു തരുന്ന ദൈവം. ഇന്നും ജീവിക്കുന്ന ദൈവം നിന്റെ ജീവിതത്തിൽ ഇത് പ്രവർത്തിച്ചു നൽകും. ഇവിടെ ഇരുന്നുകൊണ്ട് ഈ വചനം കേൾക്കുമ്പോൾ വിശ്വസിച്ചോണം, കർത്താവെ നാളുകളായി ചില കാര്യങ്ങൾക്ക് വേണ്ടി ചോദിച്ചു വിഷമിച്ചിരിക്കുക. ഞാൻ ഓർക്കുന്നൊരു ചെറുപ്പക്കാരൻ ധ്യാനിക്കാൻ വന്ന് ഏറ്റവും മുമ്പിൽ ഇരുന്നോണ്ട് എല്ലാവരും ഇങ്ങനെ ഈശോയെ എന്ന് വിളിക്കുമ്പോൾ ഇവനിങ്ങനെ കരച്ചിൽ മാത്രമേ ഉള്ളൂ, ഈശോയെ നോക്കിക്കൊണ്ട് കരയുന്നു. അപ്പൊ ഞാൻ ഇടവേള സമയത്ത് ഇവനെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തിനാണ് ഇത്രമേൽ കരയുന്നത്? അച്ഛാ, എന്റെ അവസ്ഥ കേട്ടാൽ അച്ഛാ സങ്കടം വരും, അതുകൊണ്ട് എന്റെ അവസ്ഥ ഇങ്ങനെയാ അച്ഛാ, വല്ലാത്ത സങ്കടത്തില്ല. ചോദിച്ചു വന്നപ്പോ ഇവന്റെ സങ്കടം എന്നാന്നറിയോ?
ഇവനൊരു ജർമ്മനിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു യൂണിവേഴ്സിറ്റിയിൽ അവൻ അവിടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുന്നു. പക്ഷെ അവിടെ നിന്ന് വരെ ഒരു റിപ്ലൈ ലെറ്റർ വന്നിട്ടില്ല. ഇവൻ അന്വേഷിച്ചപ്പോ കൂട്ടുകാരന്മാരൊക്കെ പറഞ്ഞിരിക്കുന്നു, ദേ അവിടെ നിനക്ക് അഡ്മിഷൻ കിട്ടത്തില്ല. അപ്പൊ വീട്ടുകാർ പറഞ്ഞു, അങ്ങനെ നീ ഈ സമയം കളയേണ്ട കാര്യമില്ല, നീ വേറെ വല്ല ജോലിക്ക് നോക്ക്. അച്ഛാ, ജോലിക്കാണെങ്കിൽ ഞാൻ പല സ്ഥലത്ത് അപേക്ഷ കൊടുത്ത് കിടക്കുക. ഇപ്പൊ അച്ഛാ ഒന്നുമില്ല, കുറെ നാളായി. ഇപ്പൊ എനിക്ക് പള്ളിയിൽ പോകാൻ ഭയങ്കര നാണക്കേട്. കാരണം നാട്ടുകാരൊക്കെ ചോദിക്കുന്നു, എടാ നിന്റെ കാര്യം എന്തായി? എന്റെ കാര്യം എന്താകാൻ അച്ഛാ? ഞാൻ ഇങ്ങനെ വടക്കോട്ടും തെക്കോട്ടും നടക്കുന്നു, ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല. ഒന്നും അങ്ങോട്ട് പഠിക്കാൻ കഴിവില്ലാത്ത ചെറുക്കനൊന്നുമല്ല, നന്നായിട്ട് പഠിച്ചോണ്ടിരുന്ന ചെറുക്കനാ. ഇപ്പോഴത്തെ ഇവന്റെ അവസ്ഥ, ഇവൻ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല. അച്ഛാ ആഗ്രഹമുണ്ട് അച്ഛാ, പക്ഷെ ഒന്നും കൊണ്ട് ക്രമീകരിക്കപ്പെടുന്നില്ല. ഈ വചനം ഉണ്ടല്ലോ, എഫേസോസ് 3-ാം അധ്യായം 20-ാം തിരുവചനം. ഞാൻ പറഞ്ഞു, എടാ ഈ വചനം അങ്ങോട്ട് എഴുതി അങ്ങോട്ട് എടുത്ത് പഠിക്ക്. നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന സർവശക്തനായ ദൈവം നിന്റെ കൂടെയുണ്ടെന്ന് ഇവൻ ഈ വചനം അങ്ങോട്ട് വിശ്വസിച്ച് ഏറ്റെടുക്കാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, സംഭവിച്ച കാര്യം എന്താണെന്നറിയോ? 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവനൊരു പാക്കറ്റ് ലഡുവുമായിട്ടൊക്കെ വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഒരു ലഡു കഴിക്കൂ. ഞാൻ ചോദിച്ചു, ലഡു നീയും തമ്മിൽ എന്നാ ബന്ധം? എന്റെ അച്ഛ ഇതെന്റെ സന്തോഷം കൊണ്ടാ. അച്ഛ ധ്യാനം കഴിഞ്ഞ് പോയില്ലേ, പിറ്റേ ദിവസം തൊട്ട് അത്ഭുതകരമായ കാര്യങ്ങളാണ് അച്ഛാ. ഞാനിപ്പോ ഒരു കൺഫ്യൂഷനിലാണ്, അച്ഛൻ എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ ചോദിച്ചു, എന്തിനു സഹായിക്കണം? അച്ഛാ എന്റെ അഡ്മിഷന്റെ ഒരു കാര്യം ഞാൻ അച്ഛനോട് പറഞ്ഞ ഓർമ്മയുണ്ടോ? ജർമ്മനിയിൽ കൊടുത്തിരുന്നു, അവരൊരു റിപ്ലൈ ഇല്ലായിരുന്നു. ധ്യാനം കഴിഞ്ഞ് എന്നപ്പോ, അച്ഛാ എന്റെ ഇമെയിൽ ഇതേ റിപ്ലൈ വന്ന് കിടക്കുന്നു, അവര് അടുത്ത സെമസ്റ്റർ മുതൽ എന്റെ അഡ്മിഷൻ റെഡി. അതേ സമയം തന്നെ അച്ഛാ, ഞാനേ ഈ പണിയില്ലാതെ ഇരുന്നോണ്ടിരുന്ന സമയത്ത് ഞാൻ അവിടെ ഇവിടെയും കുറെ ജോലിക്ക് അപേക്ഷ കൊടുത്തു. ഒരെണ്ണം ദുബായിൽ, ഒരെണ്ണം ബാംഗ്ലൂരിൽ. അച്ഛാ ദേ ജർമ്മൻ റെഡി, ദുബായ് റെഡി, ബാംഗ്ലൂർ റെഡി. ഞാൻ എവിടെ പോണം? അച്ഛൻ പറഞ്ഞു. അച്ഛൻ പറ, അച്ഛൻ ഞാൻ എവിടെയാ പോകണ്ടേ? അച്ഛാ എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ നട്ടം തിരിഞ്ഞ് നടന്ന നാളിൽ ഈ വചനം ഞാൻ വിശ്വസിച്ച് ഏറ്റെടുത്തു. എന്റെ ഉള്ളിൽ അത്ഭുതകരമായി ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി. ദേ വലതുകരം ഉയർത്തിപ്പിടിച്ച എന്റെ പ്രിയപ്പെട്ടവരെ, എന്നിട്ട് വിശ്വസിച്ച് ഏറ്റെടുത്തോളൂ. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് മഹത്വമുണ്ടായിരിക്കട്ടെ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച് എല്ലാവരും ഒന്ന് സ്തുതിച്ചെന്ന് പ്രാർത്ഥിക്കട്ടെ. ഓ ദൈവത്തിന്റെ ആത്മാവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ഇന്നത്തെ ഈ അവസ്ഥ, ദൈവത്തിന്റെ ആത്മാവേ, ആ മേഖലയിൽ അത്ഭുതകരമായ ഒരു ദൈവിക പ്രവർത്തനം സംഭവിക്കട്ടെ. തടസ്സങ്ങൾ കർത്താവ് എടുത്ത് മാറ്റട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ഞങ്ങൾക്ക് മേൽ കർത്താവേ ഒന്ന് പുതുക്കി പണിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 4-ാമത്തെ തിരുവചനം, അതിസുന്ദരമായ വചനം. മക്കബായരുടെ 2-ാം പുസ്തകം. അങ്ങനെ പുസ്തകം ബൈബിളിലുണ്ട്. ഏതാണ് പുസ്തകത്തിന്റെ പേര്? മക്കബായരുടെ പുസ്തകം. മക്കബായരുടെ പുസ്തകം 2-ാം പുസ്തകം 8-ാം അധ്യായം 18-ാം തിരുവചനം. ബുക്ക് ഓഫ് മക്കബീസ്, സെക്കൻഡ് ബുക്ക്, ചാപ്റ്റർ 8 വേഴ്സ് 18. 8-ാം അധ്യായം 18-ാം തിരുവചനം. ആ വചനത്തിൽ നമുക്ക് വേണ്ടി മാത്രം ദൈവത്തിന്റെ ആത്മാവ് വലിയ ഒരു സംരക്ഷണത്തെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം. അവൻ വീണ്ടും പറഞ്ഞു, അവർ ആയുധത്തിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറ പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. കണ്ടോ ദൈവത്തിന്റെ ആത്മാവ് ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിന്റെ ജീവിതത്തിൽ ആരെങ്കിലും നിനക്കെതിരെ പ്രവർത്തിക്കുന്നെങ്കിൽ, നിനക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നു, നിനക്കെതിരെ ചിന്തിക്കുന്നു, നിനക്കെതിരെ ആലോചന നടത്തുന്നു, നിനക്കെതിരെ ഇല്ലാ കഥകൾ പറയുന്നു, നിന്നെ നാണം കെടുത്തുന്നു, അങ്ങനെ തുടങ്ങി അനേകർ പലതരത്തിൽ നിനക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടാവും. നിനക്കെതിരെ മന്ത്രവാദം ചെയ്തു, കൂടോത്രം ചെയ്തു, ആയിക്കോട്ടെ, നിനക്കെതിരെ പ്രവർത്തിക്കുന്ന പലരും ഉണ്ടാവും. അപ്പൊ നീ ഉള്ളിന്റെ ഉള്ളിൽ വിഷമിക്കുവോ, ദൈവമേ ഇവരെല്ലാരും എനിക്കെതിരെ ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ ചെയ്യുന്നു, ഞാനിനി എന്ത് ചെയ്യും? നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് പഠിപ്പിക്കുന്ന ഒരു വചനം എന്താണെന്നറിയാവോ? അവർ ആയുധത്തിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും
ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട്, എന്ന് പറഞ്ഞ ഒരു പെരുവിരലിന്റെ ശക്തി കൊണ്ട് തറ പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് എന്റെ പ്രത്യാശ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ആശ്രയം, നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രത്യാശയും സർവശക്തനായ ദൈവത്തിലാണ്. ഒരു സാഹസകൃത്യങ്ങളിലും ഒരു ആയുധ ബലത്തിലുമല്ല. നിനക്കെതിരെ ആര് എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ, നീ തമ്പുരാൻ കർത്താവിൽ ആശ്രയിച്ചാൽ നിനക്ക് വേണ്ടി ദൈവം ഒരു സംരക്ഷണ വേലി ഉറപ്പിക്കും. ദൈവം നിന്നെ പൊന്നുപോലെ കാത്തുകൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാലോ, നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച് നിങ്ങൾ ഒരു നിമിഷം ചിന്തിച്ച്, നിങ്ങൾക്കെതിരെ ആരെങ്കിലും ഇല്ലാ കഥകൾ പറയുന്നു, അത് നിങ്ങളുടെ ഉള്ളിൽ വിഷമമുണ്ടാക്കും. നിങ്ങളുടെ അയൽവാസികൾ നിങ്ങളെ ചിലപ്പോൾ വിഷമിപ്പിക്കുന്നു. ഏതെങ്കിലും സ്ഥലത്തിന്റെ പേരിൽ, ഏതെങ്കിലും വാഹനത്തിന്റെ പേരിൽ, ഏതെങ്കിലും കോടതി കേസിന്റെ പേരിൽ, ഇന്നലകളിൽ ഉണ്ടായ ഏതെങ്കിലും സംഭവങ്ങളുടെ പേരിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്നു, നിങ്ങളെ കുത്തി വേദനിപ്പിക്കുന്നു, നാട്ടുകാരുടെ മുമ്പിൽ അപമാനപ്പെടുത്തുന്നു, സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ നാണം കെടുത്തുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോളൂ, കണ്ണടച്ച് വിശ്വസിക്കണം, നിനക്ക് വേണ്ടി കർത്താവ് നിനക്ക് വേണ്ടി വാദിക്കും, കർത്താവ് നിനക്ക് വേണ്ടി നിലകൊള്ളും. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച് ഈ കാലഘട്ടത്തിൽ നീ അനുഭവിക്കുന്ന എല്ലാ അപമാനങ്ങളും, എല്ലാ ഭാരങ്ങളും, എല്ലാ അസ്വസ്ഥതകളും വിട്ടുപോകാൻ രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവത്തിന്റെ ആത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ഓരോ വ്യക്തിയുടെ മേൽ സംഭവിക്കട്ടെ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൈകളടിച്ച് തമ്പുരാൻ കർത്താവിന് നന്ദി പറഞ്ഞ് ഈ വചനം ഓരോരുത്തർക്കും വേണ്ടി പരിശുദ്ധാത്മാവ് സമ്മാനിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ അവസ്ഥയ്ക്ക് മാറ്റം വന്നതുപോലെ നിന്റെ ജീവിതത്തിൽ ഇന്നത്തെ അവസ്ഥയ്ക്ക് മാറ്റം, അതാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നീ ഇന്ന് അനുഭവിക്കുന്ന ഏത് വിഷയമായിക്കൊള്ളട്ടെ, അതിന് ആ അവസ്ഥയ്ക്കൊരു മാറ്റം സംഭവിക്കും. അങ്ങനെയെങ്കിൽ അഞ്ചാമത്തെ ഒരു വചനം കൂടെ പഠിക്കുകയാണ്. അത് ദിനവൃത്താന്ത പുസ്തകം. അങ്ങനെ ഒരു പുസ്തകം ബൈബിളിലുണ്ട്, ബുക്ക് ഓഫ് ക്രോണിക്കിൾസ്, സെക്കൻഡ് ബുക്ക്, ചാപ്റ്റർ 7 വേഴ്സ് 15. ദിനവൃത്താന്തത്തിന്റെ രണ്ടാം പുസ്തകം 7-ാം അധ്യായം 15-ാം തിരുവചനം. ബൈബിൾ ഉള്ളവരൊന്ന് കണ്ടുപിടിച്ച്. ദിനവൃത്താന്തത്തിന്റെ രണ്ടാം പുസ്തകം 7-ാം അധ്യായം 15-ാം തിരുവചനം. നല്ല ഒന്നാന്തരം വചനമാണ്, പഠിച്ചോളൂ. ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ, ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എന്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. ഹല്ലേലൂയ. ഇതാണ് വചനം. ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എന്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം നമുക്കൊന്ന് ഏറ്റെടുക്കാം. വലതുകരം ഉയർത്തിപ്പിടിക്കുന്നു, ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുന്നു. ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ, എന്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞ എന്ത് മനസ്സിലായി? ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് നേരെ ദൈവത്തിന്റെ കണ്ണും കാതും ജാഗരൂകമാണ്. നിന്റെ പ്രാർത്ഥനകൾക്ക് കർത്താവ് ഉത്തരം നൽകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ വ്യക്തിയും ഏറ്റെടുത്തോണം. നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ ദൈവത്തിന്റെ ആത്മാവ് എടുത്തു മാറ്റാൻ ആഗ്രഹിക്കുന്നു. അതാണ് വചനം പഠിപ്പിക്കുന്ന കാര്യം. നിന്റെ ജീവിതത്തിലെ അവസ്ഥ ഏതു അവസ്ഥയുമായിക്കൊള്ളട്ടെ, എത്ര വലിയ കണ്ണുനീരിന്റെ അവസ്ഥയുമായിക്കൊള്ളട്ടെ, വചനം നൽകുന്ന ഉറപ്പ് എന്താണെന്നറിയാവോ? പരിശുദ്ധ അമ്മ ഭയപ്പെട്ടിരുന്നു, അസ്വസ്ഥയായിരുന്നു, ചോദിച്ചിരുന്നു, വല്ലാണ്ട് സങ്കടപ്പെട്ടിരുന്നു. എന്നാൽ ഈ പരിശുദ്ധ അമ്മയുടെ അവസ്ഥ മാറ്റിയത് പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവ് എന്റെയും നിന്റെയും ജീവിതത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നവർ ഒച്ചത്തിൽ ആമേൻ പറഞ്ഞേ. ആമേൻ, 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 ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാ അഭിഷേകം, അതായത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നിറഞ്ഞ് അവസ്ഥകൾ മാറ്റിയ, അന്തരീക്ഷം മാറ്റിയ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമ്മൾ അനുഭവിക്കണമെങ്കിൽ ഈ ധ്യാനത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്ന എന്നാന്നറിയാവോ? ഇന്ന് ആയിരിക്കുന്ന ഏതവസ്ഥയാണോ ആ അവസ്ഥയെ ഒരു സ്തുതിപ്പാക്കി മാറ്റിയാൽ ഈ പറഞ്ഞ കാര്യം സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കൊക്കെ പരിചിതമായ ഒരു വചനം കൂടെ പെട്ടെന്ന് വായിച്ചോളൂ. അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായം
25 26. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 16, 16 അധ്യായം അതിന്റെ 25 26. പെട്ടെന്നൊന്ന് വായിച്ചേ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ ഇരിക്കുന്ന ചിലർക്ക് വേണ്ടിയാണ് ഈ വചനം ഇപ്പോൾ പരിശുദ്ധാത്മാവ് നൽകുന്നത്, സമ്മാനമായിട്ട് നൽകുന്നു. വായിച്ചോളൂ. അർദ്ധരാത്രിയോടടുത്ത് പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. തടവുകാർ അത് കേട്ടുകൊണ്ടിരുന്നു. ശ്രദ്ധിച്ചേ, എങ്ങനെ പ്രാർത്ഥിച്ചു അവര്? എങ്ങനെ പ്രാർത്ഥിച്ചു? വചനം എന്താ പറയുന്നത്? അവരെന്ത് ചെയ്തു? അവര് കീർത്തനം പാടി, പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചെന്ന്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സാഹചര്യത്തിലാണ് അവർ സ്തുതിച്ചെന്ന് ഓർക്കണേ. എപ്പോഴാ? എല്ലാം തികഞ്ഞ് നമ്മളെപ്പോലെ നല്ല സുന്ദരമായ ഒരു കൂടാരത്തിനുള്ളിൽ മുകളിൽ കറങ്ങുന്ന ഫാനിന്റെ അടിയിലിരുന്ന് നല്ല കസേരയിൽ ഇരുന്നു കൊണ്ട് അവര് കീർത്തനം പാടിയെന്നാണോ? അല്ലെന്ന്. പിന്നെ എങ്ങനെയാ? അവരാ പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ അവർക്ക് നന്നായിട്ട് പാട്ട് പാടാൻ പറ്റിയ അന്തരീക്ഷം, സാഹചര്യം ഒന്നും ഇല്ലല്ലോ. അവർക്ക് കീബോർഡ് ഇല്ല, കൊയർ മെമ്പേഴ്സ് ഒന്നുമില്ല. അവരെന്ത് ചെയ്തു? കയ്യിലുള്ള ചങ്ങലകൾ കൂട്ടിയടിച്ച് അവർ പാട്ട് പാടാൻ തുടങ്ങി. അവരെന്തിനെ ഓർത്ത് പാടി? അവരുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞതിനെ ഓർത്തുകൊണ്ട് പാടാൻ തുടങ്ങി. അങ്ങനെ പാട്ട് പാടിയപ്പോൾ എന്ത് സംഭവിച്ചു? തൊട്ടടുത്ത വചനം എന്താ പറയുന്നത്? 26-ാം വചനം ഒന്ന് വായിച്ചേ. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിന്റെ അടിത്തറ കുലുങ്ങി എന്ന് പറഞ്ഞ എന്ത് മനസ്സിലായി? ശ്രദ്ധിച്ചേ, സാഹചര്യങ്ങൾ മാറാൻ തുടങ്ങി, അന്തരീക്ഷം മാറി, അവിടെയുള്ള അവസ്ഥയ്ക്ക് മാറ്റം വന്നു. തൊട്ടടുത്ത വചനം ഒന്ന് വായിച്ചേ. എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു. 2 പേര് പ്രാർത്ഥിച്ചു. 2 പേർക്ക് രക്ഷപ്പെടണമെങ്കിൽ എത്ര വാതിൽ തുറക്കപ്പെടണം? ഒരു വാതിൽ പോരെ. പക്ഷെ ബൈബിൾ പറയുന്ന എല്ലാ വാതിലുകളും തുറക്കപ്പെട്ടു, എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. എന്നതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ, നിന്റെ കണ്ണുനീരിന്റെ നടുവിൽ നീ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുമ്പോൾ നിനക്ക് വേണ്ടി ദൈവം ഒരു പുതിയ വഴി തുറക്കും. നിന്റെ വീട്ടിലും നിന്റെ ജീവിതത്തിൽ ചുറ്റുപാടത്തിലുള്ള എല്ലാ ചങ്ങലകളും കർത്താവ് അഴിക്കും. ഒച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. ഈ മറിയം കൺവെൻഷൻ ഇവിടെ നടക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന മറിയത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? സ്തോത്രഗീതം പാടിയ മറിയം. ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പരിശുദ്ധ മറിയത്തെ അത്രമേൽ സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. മറിയം സ്തോത്രഗീതം പാടിയത് എവിടെ വെച്ച് പറ? ഏത് സാഹചര്യത്തിൽ വെച്ച മറിയം സ്തോത്രഗീതം പാടിയത്? ലൂക്കാസ് വിശേഷം 1-ാം അധ്യായത്തിൽ നമ്മുടെ മുമ്പിലുള്ള സ്തോത്രഗീതം എവിടെ വെച്ച്? എല്ലാം തികഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ഏമ്പക്കം വിട്ടോണ്ടിരിക്കും. എന്നാ പിന്നെ ഒരു സ്തോത്രഗീതം പാടിയേക്കാം എന്ന് കരുതി പാടിയതാണോ? അല്ലെന്ന്. പ്രാർത്ഥിച്ചതെല്ലാം നടന്നു കഴിഞ്ഞു. യെസ്, എല്ലാം ഓക്കെ, ഇനി സ്തോത്രഗീതം പാടാണോ? അല്ലെന്ന്. പിന്നെ എവിടെ വെച്ചാ പാടിയത്? ഏതോ ഒരു വീട്ടിലാ. ഏത് വീട്ടില്? എലിസബത്തിന്റെ സക്രിയായുടെ വീട്ടിൽ. ആ വീട്ടിലെ അവസ്ഥ എന്താണെന്നറിയോ? ആ വീട്ടിൽ ഒരു മനുഷ്യൻ, കുടുംബനാഥൻ, മിണ്ടാൻ മേലാതെ ഇരിക്കുന്നു. അപ്പുറത്തിരിക്കുന്നത് 6 മാസം ഗർഭിണിയായി, പ്രായായെന്ന്, അപമാന ഭാരം, നാണക്കേട് കാരണം വീടിന്റെ അകത്ത് കുത്തിയിരിക്കുന്ന ഒരു സ്ത്രീ, പ്രായമായി എന്ന് പറഞ്ഞാൽ ഇരുട്ട് തളം കെട്ടിക്കിടക്കുന്ന ഒരു വീടിന്റെ നടുമുറ്റത്തിരുന്നു കൊണ്ട് ഈ സ്ത്രീയുടെ അവസ്ഥ എന്താ? മറിയത്തിന്റെ അവസ്ഥ എന്താ? മറിയത്തിന്റെ അവസ്ഥ ഇതും ജീവിതത്തിൽ വല്ലാത്തൊരു പ്രാരാബ്ധത്തിന്റെ നടുവിലാണ്. പക്ഷേ മറിയം ആ ദുഃഖത്തിന്റെ നടുവിൽ ഇരുന്നു കൊണ്ട് ലൂക്കാസ് വിശേഷം 1-ാം അധ്യായം ഒന്നെടുത്ത് വായിച്ചേ. സുന്ദരമായ ഒരു കാര്യം പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കാൻ. എന്താണെന്നറിയാവോ? 46-ാം തിരുവചനം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇരുട്ടിന്റെ നടുവിൽ, ഈ തടസ്സത്തിന്റെ നടുവിൽ, ദൈവമേ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ ബഹുമാനിക്കുന്നു. പരിശുദ്ധ അമ്മ പ്രഖ്യാപിക്കാൻ തുടങ്ങി, കീർത്തനം പാടാൻ തുടങ്ങി, ദൈവത്തെ പ്രകീർത്തിക്കാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ നാവ് തുറന്ന് ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശ്രദ്ധിച്ചോളൂ, നാവ് തുറന്ന് ദൈവത്തെ ആരാധിച്ചാൽ അന്തരീക്ഷം മാറും. ഇത് നിങ്ങൾ കേട്ടോളൂ. നാവ് തുറന്ന് നിന്റെ വീട്ടിൽ പ്രാർത്ഥന ഉയർന്നാൽ നിന്റെ വീട്ടിലെ അന്തരീക്ഷം മാറും. നാവ് തുറന്ന് നീ യേശുവേ എന്ന് വിളിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ കുടുംബത്തിൽ കാലങ്ങളായിട്ടുള്ള പാരമ്പര്യ രോഗപീഠകൾ, തടസ്സങ്ങൾ കർത്താവ് എടുത്തു മാറ്റും. നാവ് തുറന്ന് വിളിക്കണം. ചിലര് പറയും ഉള്ളിൽ വിശ്വാസമുണ്ട്, അതുപോലെ പോരെന്ന്.
നീ അധരം കൊണ്ട് ഏറ്റുപറയണം. റോമാക്കാർക്ക് ഇത് ലേഖനത്തിൽ പഠിപ്പിക്കുന്നില്ലേ? നിന്റെ ഉള്ളിൽ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, അധരം കൊണ്ട് ഏറ്റുപറയണം. നീ സ്വരമുയർത്തി യേശുവേ എന്ന് വിളിക്കണം. അതിനാ നമ്മുടെ ശുശ്രൂഷയിൽ ഈ പാട്ടും പ്രാർത്ഥനയും നിലവിളിച്ചുള്ള പ്രാർത്ഥനയും. എന്തിനാണെന്നറിയോ? നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കാലങ്ങളായിട്ടുള്ള തടസ്സങ്ങൾ അഴിയും, കെട്ടുകൾ അഴിയും. നമ്മുടെ മുമ്പിൽ പരിശുദ്ധമ്മ പഠിപ്പിക്കുന്ന ഈ രാത്രിക്കുള്ള ഏറ്റവും വലിയ പ്രാർത്ഥന എന്താണെന്നറിയാവോ? നിന്റെ ജീവിത അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, ആ അവസ്ഥയുടെ ഒത്ത നടുവിൽ നിന്ന് ദൈവത്തെ സ്തുതിച്ചാൽ നിന്റെ ജീവിതത്തിലെ അവസ്ഥ ദൈവത്തിന്റെ ആത്മാവ് എടുത്തു മാറ്റും. പരിശുദ്ധാത്മ പ്രവർത്തിക്കും. കരങ്ങൾ കൂപ്പി ഈശോയെ വണങ്ങി നമ്മൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക്, പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക്, ഇത്രമേൽ എന്നെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഹെബ്രായ ലേഖകൻ അതിശക്തമായൊരു ദൈവവചനത്തിന് അഭിഷേകം നൽകി നമ്മളെ ബലപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കടന്നു പോകുന്ന ഏതവസ്ഥകളാണെങ്കിലും ഇതാ ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 15-16 തിരുവചനം. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണവൻ. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. കരങ്ങൾ കൂപ്പി പരിശുദ്ധ അൾത്താരയിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് യേശു. ആ യേശുവിന് നമ്മളെ മനസ്സിലാവും. ഇന്ന് നീ കടന്നു പോകുന്ന അവസ്ഥ, ഞെരുക്കം, മടുപ്പ്, ഒരുപക്ഷെ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒളിച്ചോടാനുള്ള നിന്റെ പ്രവണത, നിന്റെ ജീവിതത്തിൽ നീ കടന്നു പോകുന്ന ഈ കഷ്ടത, ദൈവമേ ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ വലിയ ഭാരം തോന്നും. എന്നാൽ നീ ഒരു കാര്യം തിരിച്ചറിയണം. ഈ ആയിരിക്കുന്ന അവസ്ഥയെ ദൈവത്തിന്റെ ആത്മാവ് മാറ്റിമറിക്കാൻ ആഗ്രഹിക്കുന്നു. പത്രോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തെ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ പഠിച്ചു. പത്രോസിന്റെ ജീവിതത്തിൽ ഉടനീളം അനേക പരാജയങ്ങൾ ഉണ്ടായിരുന്ന, ജീവിതത്തിൽ ധൈര്യത്തോടുകൂടെ യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാൻ ബലമില്ലാതിരുന്ന, അമിതമായ ദേഷ്യസ്വഭാവം ഉണ്ടായിരുന്ന, എടുത്തുചാട്ടക്കാരനായിരുന്ന പത്രോസ്. എന്നാൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതോടുകൂടി ആ പത്രോസിന്റെ സ്വഭാവം അടിമുടി മാറ്റിമറിക്കപ്പെട്ടതുപോലെ കർത്താവേ എന്റെ സ്വഭാവത്തെയും അങ്ങ് ഏറ്റെടുക്കണമേ. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 16-ാം തിരുവചനം. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി, വേണ്ട സമയത്ത് എന്നതിന്റെ അർത്ഥം ഇപ്പോഴാണ് ആ സമയം. ഓരോ വ്യക്തിയും കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. കർത്താവേ, ഇതാണ് എന്റെ ജീവിതത്തിൽ അങ്ങ് ഇടപെടേണ്ട വലിയൊരു അനുഗ്രഹത്തിന്റെ സമയം. ദിസ് ഈസ് ദ റൈറ്റ് മൊമെന്റ്. ഓരോ വ്യക്തിയും ഈ സമയത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവര് നിങ്ങൾ വിശ്വസിക്കുക, ദിസ് ഈസ് ദ റൈറ്റ് ടൈം. എന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന സമയം. അത് നാളെയല്ല, മറ്റന്നാളല്ല, അടുത്ത വർഷമല്ല, മറിച്ച് ഈ സമയം. നിങ്ങൾ ആര് തന്നെയാണെങ്കിലും, നിങ്ങളുടെ ജീവിതാവസ്ഥ എത്ര കടുപ്പമുള്ളതാണെങ്കിലും, എത്ര വലിയ കുഴിക്കകത്ത് കിടക്കുന്ന വ്യക്തിയാണെങ്കിലും, ഈ സമയത്ത് വിശ്വസിക്കുക, ഇതാ എന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന സമയം, വേണ്ട സമയം, ഇതാണ് എന്റെ സമയം. കർത്താവേ, എന്റെ ഉള്ളിലുള്ള മടുപ്പ്, എന്റെ ഉള്ളിലുള്ള നിരാശ, ഓർത്തോർത്തുള്ള ദുഃഖം, ചില ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ, ചില സംഭവങ്ങൾ കർത്താവേ എന്നെ പീഡിപ്പിക്കുന്നു. എനിക്ക് സന്തോഷത്തോടെ ജീവിക്കുന്നതിന് അത് തടസ്സം നിൽക്കുന്നു. എന്റെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നു. എന്റെ ശരീരത്തിൽ രോഗങ്ങളായിട്ട് മാറുന്നു. ഈ ശുശ്രൂഷ സമയത്ത് പ്രാർത്ഥിക്കുക, കർത്താവേ എന്റെ മേൽ അതിശക്തമായ നിന്റെ കൃപ വേണം. പരിശുദ്ധാത്മാവേ എന്നിൽ പ്രവർത്തിക്കണം.
പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിൽ പ്രവർത്തിക്കണം. എന്റെ സ്വഭാവ രീതികൾക്ക് മാറ്റം വരണം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഓരോ വ്യക്തികളും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ വിളിക്കേണ്ട പദമാണ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ്. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ. ഇങ്ങനെ ഓരോരുത്തരും പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കണം. എന്റെ പ്രിയരെ, നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിൽ കാണണം നമ്മുടെ ചുറ്റുവട്ടത്തും ശിഷ്യരുടെ വലിയ സാന്നിധ്യം. ഇതാ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം. ആദിമ ക്രൈസ്തവ ജനത അവർ ഒരുമിച്ചിരുന്ന് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ച അതേ അഭിഷേക ശുശ്രൂഷയിൽ നമ്മളും പങ്കുചേരുന്നു. ഈ പരിശുദ്ധാത്മ ശക്തി ശിഷ്യരിൽ പ്രവർത്തിച്ചതുപോലെ നമ്മളിലും പ്രവർത്തിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, ഓരോ വ്യക്തിയും നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ നല്ല സ്വരമുയർത്തി പ്രാർത്ഥിച്ചോ. പരിശുദ്ധാത്മാവെ എന്ന് വിളിച്ചോ, പരിശുദ്ധാത്മാവെ എന്ന് വിളിച്ചോ. ആരെല്ലാം പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുന്നോ, ആരെല്ലാം പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നോ, ആരെല്ലാം പരിശുദ്ധാത്മാവിനെ ബഹുമാനിക്കുന്നോ, ആ വ്യക്തിയിലേക്ക് പരിശുദ്ധാത്മാ അഭിഷേകം വെളിപ്പെടും. വിശ്വസിക്കണം, വിശ്വസിക്കണം, ദാഹത്തോടെ പ്രാർത്ഥിക്കണം. യോഹന്നാന്റെ സുവിശേഷം 7:37, ഇതാ ദാഹമുള്ളവർ എന്റെ അടുക്കൽ വരട്ടെ. പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരു ദാഹമുണ്ടാവട്ടെ. പരിശുദ്ധാത്മാവ് രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. നമ്മുടെ സ്വഭാവത്തെ പരിശുദ്ധാത്മാവ് മാറ്റിമറിക്കും. നമ്മുടെ ചിന്താഗതികളെ പരിശുദ്ധാത്മാവ് മാറ്റിമറിക്കും. നമ്മുടെ ഓർമ്മകളെ പരിശുദ്ധാത്മാവ് മാറ്റിമറിക്കും. നിന്റെ ജീവിതത്തെ അടിമുടി പരിശുദ്ധാത്മാവ് മാറ്റിമറിക്കും. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരിലും നിന്റെ ജീവിത സാഹചര്യം എന്ത് തന്നെയും ആയിക്കൊള്ളട്ടെ, പരിശുദ്ധാത്മാവിന്റെ ഒരു കാറ്റടിക്കുന്ന അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ ഒരു തീ കത്തുന്ന അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ അതിശക്തമായ ഒരു വെളിപ്പെടുത്തല് നിങ്ങളുടെ ശുശ്രൂഷ സ്ഥലത്ത് സംഭവിക്കപ്പെടട്ടെ. ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരിലേക്ക് സംഭവിക്കട്ടെ. ഈ പോട്ടാശ്രമത്തിന്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വ്യക്തികളിലേക്ക് സംഭവിക്കപ്പെടട്ടെ. ഓ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. നന്നായിട്ട് പ്രാർത്ഥിക്കട്ടെ.